നമസ്കാരം. നക്ഷത്രഫലം 1200 കന്നിമാസം, അതായത് 2024 സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 കൂടിയിട്ടുണ്ടാവുന്ന കന്നിമാസത്തിലെ നക്ഷത്രങ്ങളിലെ ഫലമാണ് പറയുന്നത്. ഓരോ കൂറനുസരിച്ചിട്ടാണ് നക്ഷത്രഫലം പറയുന്നത്. മേടക്കൂറ്, ഇടവക്കൂറ് തുടങ്ങി ഓരോ കൂറുകളിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് പറയുന്നത്. വൃശ്ചികക്കൂറ്, വിശാഖം അവസാന പാദം, അതായത് വിശാഖം 1/4, അനിഴം, തൃക്കേട്ട നക്ഷത്രം. ഇത്രയും നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ ഉള്ളത്. ഇവരുടെ കന്നിമാസത്തിലെ ഫലം നോക്കാം. ജോലി സ്ഥലത്തെ കുറിച്ചിട്ട് ഒരു മോശമായിട്ടുള്ള അഭിപ്രായം രൂപപ്പെടുവാൻ ഇവർക്ക് ഈ ഒരു മാസത്തിൽ സാധിക്കും. എന്നിരുന്നാൽ തന്നെ സ്വപ്രയത്നത്തിലൂടെ സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ ഇവർ അക്ഷീണമായിട്ട് പ്രയത്നിക്കും. അതുതന്നെയാണല്ലോ വേണ്ടതല്ലേ. ഒരു മോശമായിട്ടൊരു കാര്യത്തിനെ കുറ്റപ്പെടുത്തുകയല്ലല്ലോ, അതിനെ എങ്ങനെ മനോഹരമാക്കാം, അതിൽ നിന്ന് എങ്ങനെ ഒരു പുരോഗതി വരുത്താമെന്നാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. ആ കാര്യം നല്ല വൃത്തിയായിട്ട് ഈ നക്ഷത്രക്കാർ ഈ മാസം ചെയ്യുന്നതാണ്. ഭൂമി കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. ഗൃഹാരംഭ പ്രവർത്തനങ്ങളിലും ഗൃഹത്തെ മൂടി പിടിപ്പിക്കുക, അലങ്കാര വസ്തുക്കൾ വാങ്ങി നന്നായിട്ട് പുതിയൊരു രീതിയിൽ തന്നെ ഗൃഹത്തിനെ മാറ്റുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാലമാണിത്. നിശ്ചയിച്ച മംഗളകാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കും. രാഷ്ട്രീയപരമായിട്ട് ഉന്നതി, പുസ്തകരചന ആരംഭിക്കൽ, ദേവാലയ സന്ദർശനം, അത് പ്രത്യേകിച്ച് ഒരു തീർത്ഥാടനം പോലെ തന്നെ ആകാം. പിന്നെ ബന്ധുജന സഹായം, സൗന്ദര്യ പരിപാലനത്തിനായിട്ട് സമയവും ധനവും ചെലവഴിക്കൽ, ശത്രുക്കളിൽ നിന്ന് ശല്യം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. രാഷ്ട്രീയപരമായിട്ട് നേട്ടം കാണുന്നുവെങ്കിലും ഒരു നിർബന്ധ ബുദ്ധി പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ മാത്രമേ ഈ രാഷ്ട്രീയ രംഗത്ത് വിജയിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കുകയുള്ളൂ. ക്ഷേത്രത്തിലെ ഭരണങ്ങളിൽ ഇടപെടുന്ന ഒരവസരം വരും. അതിൽ കമ്മിറ്റി തുടങ്ങിയിട്ടുള്ള ഒരു ഭരണകാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സാധ്യത കാണുന്നു. വീടുകളിലുള്ള നാൽക്കാലികൾക്ക് നാശം സംഭവിക്കാം. അതിനാൽ തന്നെ ഒരു മൃഗാശുപത്രിയിലേക്കൊക്കെ സന്ദർശനത്തിന് സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്ന് അംഗീകാരം പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ ഗുരുജനപ്രീതി എന്നിവയുണ്ടാകും. യാത്ര പോകുമ്പോൾ, പ്രത്യേകിച്ച് ദൂരയാത്ര, തീർത്ഥാടന യാത്ര എന്നിവയൊക്കെ നടത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ കന്നിമാസം. പക്ഷേ അതിൽ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഗുണദോഷ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ദോഷത്തിലുപരി ഒരു സന്തോഷമുള്ള ഒരു മാസം തന്നെയാണ്. അല്ലറ ചില്ലറ ബുദ്ധിമുട്ട് വന്നാലും അതിനെ ഈശ്വരഭജനം കൊണ്ട് ഒരു തട്ടിമാറ്റി മുന്നേറാൻ സാധിക്കുന്ന മാസം കൂടിയാണ് വൃശ്ചികക്കൂറുകാർക്ക് കന്നിമാസം. ഗ്രഹപ്പകർച്ച 1200 ചിങ്ങമാസം 31 ഉദയാൽപരം 33 വിനാഴികയ്ക്ക്, അതായത് രാത്രി 7:43 ചതയം നക്ഷത്രം കുംഭക്കൂറിൽ കന്നിസംക്രമം. 1200 കന്നിമാസം 7 10 ബുധൻ കന്നിരാശിയിലേക്കും, കന്നിമാസം 24 13 ബുധൻ തുലാം രാശിയിലേക്കും, കന്നിമാസം 2 19 ശുക്രൻ തുലാരാശിയിലേക്കും, കന്നിമാസം 27 ഉദയപൂർവം 1 ശുക്രൻ വൃശ്ചികം രാശിയിലേക്കും സഞ്ചരിക്കുന്നു. 1200 കന്നിമാസം 10 രാത്രി 1:11 അത്തം ഞാറ്റുവേലയും, കന്നിമാസം 24 പകൽ 2:07 ചിത്തിര ഞാറ്റുവേലയും ആരംഭിക്കുന്നതാണ്.